ഹായ് ഫ്രണ്ട്സ്, പിങ്ക് ബ്ലൂംസിലേക്ക് സ്വാഗതം. ഇന്ന് ഈ സ്ലീവ്ലെസ് ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് പ്രിൻസസ് കട്ടിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്താണ് കേട്ടോ. പ്രിൻസസ് കട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു തുണിയിലാണ്. അപ്പോൾ അത് മെയിൻ തുണി ഞാൻ 1 മീറ്ററും ലൈനിങ് 1 മീറ്റർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ലീവ് വേണ്ടാത്തത് കൊണ്ട് 1 മീറ്റർ തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് വൈകാണ്ട് തന്നെ നമുക്ക് മെഷർമെൻറ്റിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ട് തയ്ക്കുമ്പോൾ എപ്പോഴും ഫ്രണ്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെസ്റ്റ് മെഷർമെൻറ്റ് നോക്കിയിട്ട് അതിൽ നിന്ന് 2 ഇഞ്ച് കൂടുതലെടുത്ത് നമ്മൾ കറക്റ്റായിട്ട് തുണി മുറിച്ചെടുക്കുക. അതിന് ശേഷം ഇത് ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ടിന് 1/4 ഇഞ്ച് ഞാൻ എക്സ്ട്രാ കൊടുക്കണു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ഓപ്പൺ ആണ്. അപ്പോൾ അത് വിട്ടിട്ട് നമുക്ക് മെഷർമെൻറ്റ് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഷോൾഡർ വരുന്നത് 5.5 ഇഞ്ചിലാണ് കേട്ടോ നമുക്ക് ഷോൾഡർ വരുന്നത്. കണ്ടില്ലേ, 5.5 ഇഞ്ചിൽ നമ്മൾ ഷോൾഡർ എടുക്കുക. 2.25 ഇഞ്ചിലാണ് ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ് ആയതുകൊണ്ട് 3 ഇഞ്ച് ആയിക്കോളും മടക്കി വരുമ്പോൾ. പിന്നെ ഇത് ഇപ്പോൾ 2.5 ഇഞ്ച് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അവിടുത്തെ സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ സ്ട്രാപ്പിന് 2 ഇഞ്ച് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആം ഹോൾ വരുന്നത് 6 ഇഞ്ചാണ് നമ്മൾ ഇതിൻ്റെ ആം ഹോൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആം ഹോൾ ലൈൻ വരയ്ക്കാം കേട്ടോ. ഇതുപോലെ ആം ഹോൾ ലൈൻ വരയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ റെഡി ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചിലാണ് ഞാൻ ഈ ബ്ലൗസ് തയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ തയ്ച്ചൊക്കെ പോയി വരുമ്പോൾ നമുക്ക് 1 ഇഞ്ച് കൂടുതൽ എടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 15 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ 14 ആയിക്കോളും. കണ്ടില്ലേ. ഇനി ഇതിൻ്റെ ചെസ്റ്റ് മെഷർമെൻറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് 10 ഇഞ്ചിലാണ് കേട്ടോ. അപ്പോൾ 10 ഇഞ്ചിൽ. അപ്പോൾ എന്നിട്ട് 2 ഇഞ്ച് ഞാൻ സീം അലവൻസ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഒരു ചെറുതായ ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം കേട്ടോ. അതിന് ഒരു 1/4 ഇഞ്ചിൽ ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. ഇതുപോലെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആം ഹോളിൻ്റെ കർവ് എടുക്കാം. അപ്പോൾ ആം ഹോളിൻ്റെ കർവ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആം ഹോളിൻ്റെ പകുതി എടുത്തിട്ടാണ് നമ്മൾ ആം ഹോൾ കർവ് എടുക്കുക കേട്ടോ. അപ്പോൾ അത് എടുക്കുക. എന്നിട്ട് ഒരു 1.5 ഇഞ്ചിൽ ഒരു പോയിൻ്റ് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നമ്മൾ ആം ഹോൾ കർവ് വെച്ചിട്ട് നമ്മളവിടെ ആ ഷേപ്പ് വരയ്ക്കുക കേട്ടോ. ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മുടെ ആം ഹോൾ, എൻ്റെ ആം ഹോളിൻ്റെ കർവിൻ്റെ അളവ് വരുന്നത് 9 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കാം. അപ്പോൾ 2.25 എൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത്. ഞാനിവിടെ ലെങ്ത്ത് എടുക്കുന്നത് 8 ഇഞ്ചിലാണ് കേട്ടോ. ബാക്ക് നെക്ക് ലെങ്ത്ത് എടുക്കുന്നത് കണ്ടോ, 8 ഇഞ്ചിലാണ് എടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ആ 2.25 തന്നെ നമ്മൾ എടുക്കണം. 2.25 താഴെ നമ്മൾ എടുക്കില്ലേ, മുകളിലത്തെ തന്നെ താഴേക്ക് എടുക്കുക. അപ്പോൾ അത് നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. അത് മറക്കരുത്. 1/4 ഇഞ്ച് വിട്ട് നമ്മൾ ആ ഒരു 2.25 കണക്ട് ചെയ്ത് വരയ്ക്കുക. അവിടെ ഒരു ബോക്സ് ആക്കി വരയ്ക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ ബോക്സ് ആക്കി വരയ്ക്കുക. ഞാനിപ്പോൾ ബാക്കിന് ഒരു റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ വേസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് വേസ്റ്റ് വരുന്നത് 9 ഇഞ്ചിലാണ് എൻ്റെ വേസ്റ്റ് വരുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ നമുക്ക് ബാക്കിലൊരു ചെറിയൊരു ടക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് 1 ഇഞ്ച് പോവും. അപ്പോൾ ആ 1 ഇഞ്ച് അവിടെ നമ്മൾ കൂട്ടണം കണ്ടോ. അതിനുശേഷം നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. കണ്ടോ, കറക്റ്റ് തുണി നമ്മൾ മുറിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള തുണി മുറിച്ചെടുക്കുക. കണ്ടില്ലേ, കറക്റ്റായ തുണി അതുപോലെ കണക്ട് ചെയ്ത് വരയ്ക്കുക. പിന്നെ നമ്മൾ നമുക്ക് ആ ഒരു ടക്ക് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ആ വേസ്റ്റിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ ആ ഒരു പകുതി പോയിന്റിൽ നമുക്ക് ടക്ക് വരയ്ക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഹൈറ്റ് കൊടുക്കുന്നത് ഞാനൊരു 5 ഇഞ്ചിലാണ് അതിൻ്റെ ഹൈറ്റ് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ താഴേക്കൊന്ന് വരച്ചു കൊടുക്കുക. നമ്മുടെ ആ 1 ഇഞ്ച് എക്സ്ട്രയിലേക്ക് വരച്ചു കൊടുത്തിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് വെച്ചിട്ടാണ്. അപ്പോൾ 1 ഇഞ്ചാണല്ലോ നമുക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും 1/2 ഇഞ്ചിൽ നമ്മളൊരു ടക്കിൻ്റെ ആ ഒരു അകലം വരച്ചു കൊടുക്കുക. 1/2 ഇഞ്ച് വരച്ചു കൊടുക്കുക.
കണ്ടില്ലേ? അതിന് ശേഷം നമുക്ക് അപ്പുറത്തെ ഭാഗത്തൊരു ഡാർട്ടിൻ്റെ ഒരു പോയിൻ്റ് നമുക്ക് കിട്ടണമല്ലോ, അപ്പുറത്തെ ഭാഗത്ത് ഇപ്പുറത്തെ സൈഡിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് ആ പോയിൻ്റ് വരുമല്ലോ. എന്നിട്ട് ഞാൻ ആ കത്രികയുടെ അതുകൊണ്ട് ആ പിൻഭാഗത്തേക്കൊരു ചെറിയ പോയിൻ്റ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തുണി കീറാതെ നോക്കണം കേട്ടോ. ട്രേസിങ് വീൽ ഉണ്ടെങ്കിൽ നമ്മൾ ട്രേസിങ് വീൽ വെച്ച് നമുക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക, ലൈനുകളൊക്കെ കറക്റ്റ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ബാക്ക് പാർട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. ഇത്രയേ ഉള്ളൂ ബാക്ക് പാർട്ടിൻ്റെ പണി. അപ്പോൾ നമ്മളിനി ഫ്രണ്ട് പാർട്ട്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് തുണി രണ്ടായിട്ട് മടക്കിയിടുക. അപ്പോൾ നമ്മൾ ആ ബാക്ക് പാർട്ടിന് ശ്രദ്ധിക്കേണ്ടത് ഒരു 4 ഇഞ്ച് അത് ഞാനിങ്ങനെ മടക്കി വെച്ചിരിക്കുക കേട്ടോ. ഒരു പിന്ന് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഫ്രണ്ട് പാർട്ടിനോട് ചേർത്ത് വെക്കുക. ആ ഭാഗം നമുക്ക് വേണ്ട, അവിടെ നമുക്ക് ഓപ്പൺ അല്ലേ ബാക്ക് പാർട്ടിൻ്റെ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ എടുക്കുമ്പോൾ എപ്പോഴും 2 ഇഞ്ച് കൂടുതൽ എടുക്കണം. ഫ്രണ്ട് പാർട്ടിൽ തുണി ബാക്ക് പാർട്ടിനോട് 2 ഇഞ്ച് കൂടുതൽ, ഞാനിപ്പോൾ ഈ ചെയ്ത പോലെ. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത്, ഈ ഫ്രണ്ടിൻ്റെ ലെങ്ത്ത് നമ്മൾ 1 ഇഞ്ചും കൂടി കൂടുതൽ എടുക്കണം. ബാക്ക് പാർട്ടിൽ നമ്മൾ 1 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിനേലും കൂടുതൽ എന്തായാലും നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ 1 ഇഞ്ച് കൂടുതൽ എടുക്കണം. അപ്പോൾ ബാക്ക് പാർട്ടിൽ 15 ആയിരുന്നു. അപ്പോൾ ഇവിടെ 16 ഇഞ്ചാണ് കേട്ടോ വരുന്നത്, എൻ്റെ ലെങ്ത്ത് വരുന്നത്. ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത്. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ആ ബാക്ക് പാർട്ട് നമ്മളൊന്ന് ട്രേസ് ചെയ്തെടുക്കുക. ബാക്ക് പാർട്ട് വെച്ച് ഫ്രണ്ട് പാർട്ടിലേക്ക് ഒന്ന് ട്രേസ് ചെയ്തെടുത്താൽ മതി. അതേപോലെ തന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുക. കണ്ടോ? എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വേണമെന്ന് നമ്മളെ ഫ്രണ്ട് തുണിയിൽ. അപ്പോൾ അതുപോലെ തന്നെ 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആ നെക്കിൻ്റെ ഭാഗമൊക്കെ പോയിൻ്റൊക്കെ കറക്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്ക് പാർട്ട് മാറ്റുക. ഇനിയാണ് നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നമുക്ക് മെഷർമെൻറ്റുകൾ കറക്റ്റായിട്ട് എടുത്ത് തുടങ്ങാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആം ഹോളിൻ്റെ ലൈൻ വരച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ വരച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത് ബാക്ക് ആം ഹോളാണല്ലോ. അപ്പോൾ ഇത് ബാക്കിൻ്റെ നമ്മൾ ട്രേസ് എടുത്തതല്ലേ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ആം ഹോളൊന്ന് കുഴിച്ച് വരയ്ക്കണം. അപ്പോൾ ഇത് സ്ലീവ്ലെസ് ബ്ലൗസ് ആയതുകൊണ്ട് നന്നായിട്ട് കുഴിച്ച് വരയ്ക്കേണ്ടതില്ല. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ചേ ഞാൻ കുഴിച്ച് വരച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ നെക്ക്, അതിനടുത്തായിട്ട് അതിൻ്റെ നെക്ക് എടുക്കാം. നെക്ക് നമ്മുടെ 2.25 തന്നെ. അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് കണ്ടോ, 6.5 ഇഞ്ചിലാണ് ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്, ഫ്രണ്ട് നെക്കിൻ്റെ. നമ്മളതൊരു ബോക്സ് ആക്കുക. ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം കേട്ടോ. നമുക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം അതുപോലെ. ഇപ്പോൾ സ്ക്വയർ വി ആണോ അതോ സ്വീറ്റ് ഹാർട്ട് ആണോ. ഇപ്പോൾ ഞാനിതിൽ കൊടുത്തിരിക്കുന്നത് റൗണ്ട് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ പാർട്ട് ശരിയായി. ഇനി അടുത്തായിട്ട് നമുക്ക് ബസ്റ്റ് പോയിൻ്റാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ബസ്റ്റ് പോയിൻ്റ് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് വരുന്നത് 10.5 ഇഞ്ചാണ് കേട്ടോ ബസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ 10.5 ഇഞ്ചിൻ്റെ കൂടെ ഒരു 4 ഇഞ്ചും കൂടി കൂട്ടി 11 ഇഞ്ച്. അപ്പോൾ നമുക്കവിടെ തയ്യൽ തുമ്പ് വേണം. പിന്നെ അതുപോലെ ബസ്റ്റിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കുക. എനിക്ക് 3.5 വരുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടി ഞാൻ 4 എടുക്കണം കേട്ടോ. 4. അപ്പോൾ ആ 11ഉം ഈ 4ഉം വരണ ഒരേ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റാണ് നമ്മുടെ ബസ്റ്റിൻ്റെ പോയിൻ്റ് വരിക. ഈ പ്രിൻസസ് കട്ടിലെ മെയിൻ പോയിൻ്റാണ് ഡാട്ടിൻ്റെ പോയിൻ്റ് വരിക. അപ്പോൾ കണ്ടില്ലേ, ആ 4 ഇഞ്ച് വരണ അതേ 4 തന്നെ നമ്മൾ താഴേക്കും അടയാളപ്പെടുത്തുക. കണ്ടോ? ഇപ്പോൾ വീഡിയോയിൽ ചെയ്യണ പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. മുകളിൽ നിന്ന് താഴേക്ക് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക ആ 4 ഉള്ള പോയിന്റിലേക്ക്. എന്നിട്ട് നമ്മൾ ആ പോയിന്റിൽ നിന്ന് ഒരു 1.5 ഇഞ്ചിൻ്റെ ഡാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ബ്ലൗസ് ആണല്ലോ, അപ്പോൾ നമുക്കൊരു 1.5 ഇഞ്ച് എടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വന്നോളും. എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് ഒരു 1.5 ഇഞ്ച് കൊടുക്കുക. അതിൻ്റെ കുറച്ച് ഹൈറ്റ് ഈ വീഡിയോയ്ക്ക് ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ 1.5 ഇഞ്ചിലേക്ക് നമ്മൾ ആ ഒരു 1.5 ഇഞ്ച് ഹൈറ്റ് പോലെ എടുത്തില്ലേ, അതിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുക കേട്ടോ. അതുപോലെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് നമ്മളിവിടെ ആം ഹോൾ, എനിക്ക് ആം ഹോൾ വന്നിരിക്കുന്നത് 9 കേട്ടോ എനിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആം ഹോളിൻ്റെ അവിടുത്തെ ആ ഡാർട്ടിലേക്ക് കൊടുക്കുന്നത് 5.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. 5.5 ഇഞ്ചിലാണ് ഞാൻ ആ ഡാർട്ടിലേക്ക് കണക്ട് ചെയ്ത് വരയ്ക്കാൻ പോകുന്നത്, നമ്മുടെ മെയിൻ പോയിന്റിലേക്ക്. എന്നിട്ട് നമ്മൾ ആ മെയിൻ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ആം ഹോളിൻ്റെ ഈ പോയിന്റിലേക്ക് നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതാ ആ വരച്ചു കൊടുത്ത പോയിന്റിൽ നിന്ന് ഒരു 4 ഇഞ്ച് ആ ഒരു
ഇതിനോട് ആ ഡാർട്ടിനോട് ചേർന്ന് തന്നെ കണ്ടോ ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് അവിടെ കട്ട് ചെയ്ത് കളയാനുള്ളതാണ് കേട്ടോ. അവിടെ ഒന്ന് ഷേപ്പായി കിട്ടാൻ. അപ്പോൾ ആ ഒരു ഡാർട്ടിൻ്റെ അവിടെ തുണി പോവുമല്ലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചെസ്റ്റ് പോയിൻ്റ് മാറും. നമുക്ക് ആദ്യം 10 ആയിരുന്നു കേട്ടോ, കണ്ടോ. അപ്പോൾ 10 ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ ആ 1 ഇഞ്ച് നമുക്കവിടെ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ 1 ഇഞ്ച് കൂട്ടണം. ആ അവിടെ ഡാർട്ട് പോണ കാരണം കൊണ്ട് നമുക്ക് 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. കണ്ടില്ലേ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് എടുക്കുക. ആ ഒരു പോയിന്റിൽ നിന്ന് 2 ഇഞ്ച് സീം അലവൻസ്. അപ്പം നമ്മുടെ ആദ്യത്തെ പോയിൻ്റൊക്കെ മാറി. നമ്മൾ ആദ്യം വരച്ച പോയിൻ്റൊക്കെ മാറി കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് കൂടുതലെടുത്തു. പിന്നെ ഒരു സീം അലവൻസ് 2 ഇഞ്ച് കൊടുത്തു. പിന്നെ താഴെയും അതുപോലെ തന്നെ. താഴെയും നമുക്ക് എനിക്ക് വേസ്റ്റ് വരുന്നത് 9 ഇഞ്ചാണ് വരിക. ഇതാ അപ്പോൾ 1.5 ഇഞ്ചിൻ്റെ ഡാർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ 1.5 ഇഞ്ചിൻ്റെ ഡാർട്ട് എടുത്തല്ലോ. അപ്പോൾ ആ ഒരു 1.5 ഇഞ്ചിൻ്റെ ഡാർട്ടിൻ്റെ അതും നമ്മളവിടെ അടയാളപ്പെടുത്തുക. ആ ഒരു തുണി അവിടെ നിന്ന് പോണതാണ്. അപ്പോൾ അതാണ് നമ്മുടെ പോയിൻ്റ് വരിക കേട്ടോ. ഇതാണ് പോയിൻ്റ് വരിക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് 1 ഇഞ്ച് നമുക്ക് കൂടുതൽ വരും. അതെന്താ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുക്കണം കേട്ടോ, മുകളിലത്തെ പോലെ തന്നെ താഴെ. പിന്നെ അതിന് ശേഷം 1 ഇഞ്ച് നമുക്ക് കൂടുതലായിട്ട് വരും. അപ്പോൾ നമ്മൾ അവിടെ ആ ഡാർട്ട് തയ്ക്കുമ്പോൾ അവിടെ തയ്ച്ച് ജോയിൻ്റൊക്കെ വരുമ്പോൾ നമുക്ക് 1 ഇഞ്ച് പോകും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമ്മളവിടെ 1 ഇഞ്ച് കൂടുതലെടുക്കണം. അപ്പോൾ അതേ കണക്ട് ചെയ്ത് വരച്ചു. മുകളിലത്തെ സീം അലവൻസും ഒക്കെ കൂട്ടി നമ്മൾ കണക്ട് ചെയ്ത് വരച്ചു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ അവിടെ അതുകൊണ്ടാണ് അവിടെ തയ്ച്ച് പോകുമ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 ഇഞ്ച് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും വേരിയേഷൻ വരുമോ എന്നുള്ളൊരു ഇതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ പാർട്ടും വെട്ടിയെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു ഭാഗം ആ ഹോളിൻ്റെ ഭാഗം കുറച്ച് അവിടെ നിന്ന് കട്ട് ചെയ്ത് പോകുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എടുക്കുക കേട്ടോ. അത് കട്ട് ചെയ്ത് മാറ്റി കളയുക കേട്ടോ. നമുക്ക് ഫ്രണ്ട് പാർട്ടിന് 3 പാർട്ടായിരുന്നു കിട്ടണം കേട്ടോ. ഫ്രണ്ട് പാർട്ടിന് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് കണ്ടില്ലേ. അത് ആ പോയിൻ്റ് നമ്മൾ ഒപ്പം വെക്കുക കേട്ടോ. ഇനി നമുക്കിത് മെയിൻ തുണിയിൽ നമുക്ക് അപ്പോൾ അതിന് മുമ്പായിട്ട് ബാക്ക് പാർട്ടും ഉണ്ട്. ബാക്ക് പാർട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുക. മെയിൻ തുണിയിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ പീസ് ഞാൻ മുറിച്ചിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അത് നമുക്ക് മടക്കി തിരിച്ചിടാനാണ് കേട്ടോ. തിരിച്ചിട്ട് അതിൻ്റെ നെക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ അതുപോലെ ബാക്ക് പാർട്ട് ശരിയായി. അതുപോലെ ഈ 2 സൈഡിലെ പാർട്ടുകൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുഖത്തോട് മുഖം വെച്ചിട്ട് വേണം മെയിൻ തുണിയിൽ കട്ട് ചെയ്താൽ. കണ്ടില്ലേ, ഇതുപോലെ ഒന്നും വെക്കരുത്. നമ്മൾ കറക്റ്റായിട്ട് മുഖത്തോട് മുഖം കണ്ടോ ആ ഇരിക്കുന്ന ഷേപ്പിൽ അതുപോലെ വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 1.5 ഇഞ്ചിൻ്റെ നമ്മൾ ഹുക്ക് വയ്ക്കാനായിട്ട്. പിന്നെ ഞാൻ ഒരു 1.5 ഇഞ്ചിൻ്റെ നമ്മൾ ക്രോസ് പീസ് ഒരെണ്ണം എടുത്തിട്ടുണ്ട് കൈന് വയ്ക്കാനായിട്ട്. അതുപോലെ 3 ഇഞ്ചിന് ഐ വയ്ക്കാനായിട്ടൊരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ കഴുത്ത് തയ്ച്ചു കൊണ്ടുവരാം കേട്ടോ. തയ്ച്ചു കൊണ്ടുവന്നു, കട്ട് ചെയ്ത് മാറ്റി ആ ഭാഗം. എന്നിട്ട് നമ്മൾ മറച്ചിടുന്നത് അതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു നോച്ചസ് വെച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇട്ടു എന്നുള്ളൂ, മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ അതുപോലെ മറച്ചിടുക. എന്നിട്ട് നെക്ക് എങ്ങനെയാണോ ഫിനിഷ് ചെയ്യുക അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇത് ബാക്ക് പാർട്ടാണ് കണ്ടില്ലേ, ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ബാക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് കട്ട് ചെയ്തെടുക്കണം. ഇതാണ്ടോ ബാക്കിൽ ഫ്രണ്ട് പാർട്ട് ശരിയായി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ നെക്കൊക്കെ ഞാൻ ജോയിൻ ചെയ്ത് ആ 2 പീസുകളും കണക്ട് ചെയ്ത് ഞാൻ അടിച്ചു കേട്ടോ ലൈനിങ് ആയിട്ട്. അപ്പോൾ ആ ഒരു സൈഡ് ഭാഗത്തൊക്കെ ഒരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അതിൻ്റെ കണ്ടിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് തിരിച്ചിട്ടിട്ട് ഇതൊപ്പം ജോയിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. ആ പോയിൻറ്റുകളില്ലേ നമ്മുടെ ബസ്റ്റിൻ്റെ പോയിൻ്റ്, ആ പോയിൻ്റ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ചെറിയ വേരിയേഷൻ ഉണ്ടാവുമായിരിക്കും, പക്ഷേ എന്നാൽ പോലും നമ്മൾ അടിയിൽ തുണി ഇട്ടിട്ടുണ്ടല്ലോ 1 ഇഞ്ച് ഫ്രണ്ട് പാർട്ടിന്, അപ്പോൾ അത് അതിലായി പോയിക്കോളും. ഇനി അതുപോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ട് 3 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്ത് നമ്മൾ ഐ വയ്ക്കുക. അതുപോലെ തന്നെ 1.5 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്ത് ഹുക്ക് വയ്ക്കുക കേട്ടോ. പിന്നെ അതുപോലെ ഞാനെല്ലാം ശരിയാക്കി. അപ്പോൾ ബാക്ക് ഭാഗത്തിനോട് ഒത്ത് വെച്ച് നോക്കി ഫ്രണ്ട് ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തു. കുറച്ച് ഭാഗം നമ്മൾ എക്സ്ട്രാ ഇട്ടുണ്ടായല്ലോ, അപ്പോൾ അത് ഒത്ത് നോക്കി കട്ട് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. ഒരുമിച്ച് കണ്ടില്ലേ, ഒരുമിച്ചാക്കി. അതിനുശേഷം നമുക്ക് അടിഭാഗത്ത് നമ്മുടെ ആ ബ്ലൗസിൻ്റെ അടിഭാഗത്ത് ഒരു 1.5 ഇഞ്ചിൽ നമ്മൾ പട്ട വയ്ക്കല്ലോ അതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുക കണ്ടോ. എന്നിട്ട് നമ്മളത് നമ്മുടെ ഷേപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്യാൻ എൻ്റെ ഷേപ്പിന് വരച്ചു കൊടുക്കുകയാണ്. ആ സെൻറ്ററിൽ നിന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. 2 ഭാഗത്തും വരച്ചു കൊടുക്കുക. ഇതുപോലെ വരച്ച് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമുക്കിനി ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൈ
ഫിനിഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൈ ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കുക. ഇത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണിക്കണമല്ലോ, സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കില്ല. അത് പുറത്ത് കൂടെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ആ നല്ല ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ മടക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ക്രോസ് പീസ് വെച്ച് മടക്കുക. അപ്പോൾ അതിൻ്റെ ക്രോസ് പീസൊക്കെ വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇതുപോലെ വരും, കണ്ടില്ലേ? അതിൻ്റെ എല്ലാം ഫിനിഷ് ആയി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്ക് പാർട്ട് ഞാൻ പറഞ്ഞില്ലേ, ഐയും ഹുക്കൊക്കെ വെച്ചു. അതിൻ്റെ ഹുക്ക് വെച്ചിട്ടില്ല, അപ്പോൾ അത് ഞാൻ വെക്കും. അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.